യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, പെന്തിക്കോസ്തി കാലത്തിലെ ഈ ദിവസത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് പരിശുദ്ധ സഭ നൽകിയിട്ടുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ആരെയാണ് ആരാധിക്കേണ്ടത്, എവിടെയാണ് ആരാധിക്കേണ്ടത് എന്ന് യേശു തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സമറിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള ദീർഘമായ സംഭാഷണത്തിൻ്റെ ഇടയ്ക്കാണ് യേശു തമ്പുരാൻ ഈ കാര്യങ്ങൾ പറയുക. സമറിയാക്കാരി സ്ത്രീ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നവളാണ്. അവളുടെ സംഭാഷണത്തിലൂടെ, അവരുടെ മാറ്റത്തിലൂടെ നമുക്കിത് കാണാൻ സാധിക്കും. 4-ാമത്തെ അധ്യായം ദീർഘമായ യേശുവും സമറിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ തെളിവായിട്ട് നമുക്കെടുക്കാം. നിരവധി കാര്യങ്ങൾ സമറിയാക്കാരി സ്ത്രീയെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ക്രമേണ അവളുടെ മനസ്സിലേക്ക് കർത്താവ് കയറുകയും യഥാർത്ഥത്തിലുള്ള പകർന്നു കൊടുക്കേണ്ട കാര്യം അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് ഈ വാക്കുകളിലൂടെയാണ്. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അതായത് യഹൂദരും സമറിയാക്കാരും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ആരാധന നടത്തേണ്ടത് എവിടെയാണ്? യഹൂദർ പറയുന്നത് അത് ജെറുസലേമിലാണ്. ഏകദൈവ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് യഹൂദർ കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ ജെറുസലേമിലാണ് എന്ന് അവർ വിശ്വസിക്കുകയും അതിനനുസരിച്ച് അവർ അവിടെ ആരാധന നടത്തുകയും ചെയ്യുന്നു. എന്നാൽ അസീറിയക്കാരുമായിട്ടുള്ള ബന്ധത്തിലൂടെ വിജാതീയരായിരുന്ന ഈ സമറിയാക്കാർ ഗരീസിം മലയിലാണ് അവർ ആരാധന നടത്തിയിരുന്നത്. ഇത് ഒരു തർക്കത്തിന് കാരണമായിരുന്നു. അതുതന്നെയാണ് ഇവളുടെ വാക്കുകളിലൂടെ, യേശുവിനോടുള്ള ഇവളുടെ വാക്കുകളിലൂടെ പുറത്തു വരിക. യേശു അതിന് മറുപടിയായിട്ട് പറയുന്നു, ഇവിടെ എങ്ങുമല്ല, സത്യത്തിലും ആത്മാവിലും പിതാവായ ദൈവത്തെ ആരാധിക്കാനുള്ള സമയം വരുന്നുവെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമാണ്. നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എവിടെയാണ് ആരാധിക്കേണ്ടത് എന്നീ 2 കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ നിന്ന് മറുപടി ലഭിക്കും. ഈ വേദഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള മറുപടി ലഭിക്കും. ഈ സമറിയാക്കാരി സ്ത്രീ ദൈവത്തോടുള്ള വലിയ ബന്ധത്തിൽ ആയിരുന്നവളാണ്. മിശിഹായെക്കുറിച്ച് ആഴമായ അറിവ് അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വന്നു കഴിയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കും. അപ്പോൾ അവളുടെ മനസ്സിൽ കയറിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആഴം, അതിൻ്റെ പൂർണ്ണത അവിടെ കാണാം. മിശിഹ വരുമെന്ന് അവൾക്കറിയാം. മിശിഹായെക്കുറിച്ചുള്ള അറിവ്, ആഴമായ അറിവ് അവൾക്കുണ്ടായിരുന്നു. ഈ അറിവിൽ അവൾ വളർന്നതുകൊണ്ട് മിശിഹ വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം പരിഹാരമുണ്ടാകും, തർക്കത്തിന് പരിഹാരമുണ്ടാകും. യഥാർത്ഥത്തിലുള്ള ആരാധന എങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ളത് മിശിഹ വെളിവാക്കി തരുമെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് അവളുടെ ആത്മീയ ജീവിതം അവർ വളർത്തുക. അതിനനുസരിച്ചാണ് യേശു തമ്പുരാൻ അവളെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഉറപ്പിക്കുകയും ചെയ്യുന്നത് ഈ വാക്കുകളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ യഹൂദന്മാരുടെ ചിന്താഗതികളും അതേപോലെ തന്നെ സമറിയാക്കാരുടെ ചിന്താഗതികളും വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഒന്നിച്ചു പോകാൻ സാധിക്കുമായിരുന്നില്ല. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഈ വാക്കുകളിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. സമറിയാക്കാരി സ്ത്രീയോടുള്ള സംഭാഷണത്തിലൂടെ അതുണ്ട്. അത് വളരെ വ്യക്തമാണ്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആരെ ആരാധിക്കണം? പിതാവായ ദൈവത്തെ ആരാധിക്കണം. സത്യം എന്നുള്ളത് പുത്രനായ ദൈവമാണ്. വചനം മനുഷ്യനായിട്ട് അവതരിച്ചു. ദൈവത്തിൻ്റെ വചനം സത്യമായിട്ട് കടന്നു വന്നു. ആത്മാവിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ, പുത്രനിലൂടെ പിതാവായ ദൈവത്തിന് ആരാധന കൊടുക്കണമെന്നാണ് അവിടുന്ന് ഉദ്ദേശിക്കുക. ഇത് തന്നെയാണ് നിരന്തരമായിട്ട് അവിടെ നമ്മോട് പറയുക. ത്രിത്വൈക രഹസ്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അടിയുറച്ച് വളർത്തപ്പെട്ട ആഴപ്പെട്ട വിശ്വാസത്തിലാണ് നമ്മൾ ആരാധന നടത്തേണ്ടത് എന്ന് ഈ വാക്കുകളിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആരാധന നടത്തുന്ന ഇടങ്ങൾ എവിടെയാണ്? അതിനാണ് തിരുസഭ നമുക്ക് നൽകിയിട്ടുള്ളത്. യഹൂദന്മാർ ജെറുസലേമിലാണ് ആരാധിച്ചിരുന്നതെങ്കിൽ, സമറിയാക്കാർ ഗരീസിം മലയിലാണ് ദൈവത്തെ ആരാധിച്ചിരുന്നതെങ്കിൽ, നമുക്ക് അതിനുള്ള ഇടങ്ങളുണ്ട്. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ഭവനങ്ങളും എല്ലാറ്റിലും ഉപരിയായിട്ട്
തിരുസഭ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ദേവാലയങ്ങൾ, അവിടെ വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ആരാധന നടത്തുന്നു. നമ്മുടെ കൂദാശകളിലൂടെ ആരാധന നടത്തപ്പെടുകയാണ്. ദൈവത്തെ നമ്മൾ അറിഞ്ഞ് ആരാധന നടത്തുന്ന ഇടങ്ങളായിട്ട് അത് മാറുന്നു. അത് ക്ലേശങ്ങൾ, സഹനങ്ങൾ, നമ്മുടേതായ പ്രയാസങ്ങൾ ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളാണ്. അവിടെ നമ്മൾ പിതാവിനെ ആരാധിക്കുമ്പോൾ, പുത്രനിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരാധനയെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആരാധനയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. യഥാർത്ഥത്തിൽ പിതൃപുത്ര ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധന നടത്തുമ്പോൾ, ഈ തൃത്വൈക രഹസ്യത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ആരാധന നടത്തുകയും ചെയ്യുമ്പോഴാണ് അത് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ആരാധനയും ബലിയുമായിട്ട് തീരുന്നത്. നമ്മുടെ ഇടങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നുവോ ആ ആലയങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ആരാധിക്കുന്ന പിതാവായ ദൈവത്തെ, പരിശുദ്ധാത്മാവിലൂടെ, പുത്രനിലൂടെ പിതാവായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ചില അടയാളങ്ങൾ, ഇത് സമറിയാക്കാരി സ്ത്രീക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനെക്കുറിച്ചുള്ള പക്വമായ ഒരു അറിവിലേക്ക് അവൾ കടന്നു വന്നു എന്നുള്ളതാണ്. നമ്മളും ഇതേപോലെ തന്നെ യേശുവിനെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള, പുത്രനെക്കുറിച്ചുള്ള, സത്യത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് വളർന്നു വരേണ്ടവരും കടന്നു വരേണ്ടവരുമാണ്. അതിലാണ് നമ്മൾ വളരേണ്ടതും അതിലാണ് നമ്മൾ ജീവിക്കേണ്ടതും. അങ്ങനെ നമ്മുടെ ആരാധന ഇടങ്ങൾ യഥാർത്ഥത്തിലുള്ള ആരാധനയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ യഥാർത്ഥത്തിലുള്ള അവിടുന്ന് നമ്മെ അറിയിക്കുന്ന ആരാധനയുടെ സ്ഥലമായിട്ട് മാറുന്നു. അത് ദൈവം നമുക്ക് നിരന്തരമായിട്ട് കാണിച്ചു തരികയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ നമുക്ക് വളരാൻ സാധിക്കണം. നമ്മൾ പല സ്ഥലങ്ങളിലും ആരാധനകൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആരാധന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ബന്ധത്തിലായിരുന്നുകൊണ്ട് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അത് പൂർണ്ണമാക്കപ്പെടുക. ആയതിനാൽ നമ്മുടെ വിശ്വാസത്തെ വളർത്താം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നുകൊണ്ട്, നമ്മുടെ ദേവാലയത്തിലായിരുന്നുകൊണ്ട് ആരാധനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് നിരന്തരമായി ഒരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.